ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ക്ലൂലെസ് പാസ്പോർട്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വേറെ ലെവൽ ഒരു ഫുഡ് സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഇന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്നുകൊണ്ട് വന്നിരിക്കുന്നത്. ബാവ്രി എന്ന് പറഞ്ഞിട്ട് അസഗാവിൽ ഇരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാവൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഉള്ളിൽ പോയി ഇവിടുത്തെ ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ സിബി. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഉള്ളിൽ ഒരു വാട്ടർ ഫ്രണ്ട് പോലെയൊക്കെ ഇരിക്കുന്ന പോലത്തെ സ്ഥലമാണ്. അതും പോയി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. റെസ്റ്റോറൻറ്റിൽ ഇവിടെ നമ്മൾ നോക്കി വെച്ചാൽ ഒരു ചെറിയൊരു വാട്ടർ ഫ്രണ്ട് പോലെ ഒരു ചെറിയൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഇരുന്ന് കഴിക്കുന്ന പോലെയാണ് അവിടെ നമ്മൾക്ക് സെറ്റപ്പിലുള്ളത്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു സെറ്റപ്പ് തന്നെ കാണാൻ തന്നെ. ഇവിടെ തന്നെ ഒരു ചെറിയൊരു ലൈവ് പിസ്സ കൗണ്ടേഴ്സും അതേപോലെ തന്നെ കുറച്ച് ലൈവ് കൗണ്ടേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ബാറ് കാണാൻ പറ്റും. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബാറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോയി ഫുഡും ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് താഴെ ഇരിക്കാൻ? നല്ലൊരു സെറ്റപ്പ് അല്ലേ? താഴെ നിന്ന് ഇതൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് മന്തി ബിരിയാണി കഴിക്കുന്ന ഒരു സെറ്റപ്പിലാണ് ഇത് ആക്ച്വലി ഉള്ളത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈബാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ശരിക്കും ഈവനിങ് ടൈമിലൊക്കെ വരണം, നല്ല രസമാണ് ഇത് കാണാൻ തന്നെ. ഒരു ചിൽ വൈബുള്ള ഒരു റെസ്റ്റോറൻറ്റാണിത്. അപ്പോൾ ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസൊക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ്, നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗോവ വരികയാണെങ്കിൽ ഇവിടെ അസ്ഗാവുള്ള ബാബറ വിസിറ്റ് ചെയ്യുക. ഒരു സൈഡിൽ നമുക്കിങ്ങനെ പോണ്ടൊക്കെ കാണാൻ പറ്റും. നിറയെ ഫിഷസൊക്കെ ആയിട്ടുള്ള ഒരു വലിയ പോണ്ടാണ്. അപ്പോൾ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവരുടെ മെനുവേ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഒരു എൻവലപ്പ് പോലെയാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡ് നമുക്ക് ഇവിടെ തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ആർത്തി, ഹായ് ആർത്തി. സോ ലെറ്റ് മീ നോ ലൈക്ക് വിച്ച് ഇസ് എ ഗുഡ് ഡിഷ് ഹിയർ. So in vegetarian, Gucci stuffed mushroom, is the famous dish. Gucci stuffed mushroom, right? Kashmiri mushroom. Okay. You can go for gunpowder paneer, that's Gunpowder black rice dosa with the paneer stuffing inside. Okay. Gunpowder sprinkle on that. Okay. So basically because we are an Indian regional cuisine, so we have taken the dishes from all the regions of the country. Oh, it's like okay, Indian. It's not like Mediterranean or nothing like that. North Indian particularly or some particular South Indian like that. Yeah, It's like all type. all the regions. Okay, nice. അപ്പോൾ നമ്മൾക്ക് പേരെന്തായിരുന്നു? അമൽ, ഹെഡ് മിക്സോളജിസ്റ്റ് ആണല്ലേ? ഓ, എല്ലാം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ആക്കിയതാ? ഓ, നമ്മൾക്കൊരു നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കോക്ടെയിൽസ് തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണ് കോക്ടെയിൽസ് ഒന്ന് പറയോ? ഏതാ? സ്മോക്ഡ് കോള അല്ലേ? ഇത് നമ്മുടെ നന്നാരി ബനാന. ഓ, നന്നാരി ബനാന ഒക്കെ ആണല്ലേ? ഇത് ലേനി ദേനി അല്ലേ? ഓക്കെ. ഇതിൽ നമ്മുടെ ജിന്നുണ്ട്, അതേപോലെ കോക്കനട്ട് ഫെനി. ഓ, കോക്കനട്ട് ഫെനി, കോക്കനട്ട് മിൽക്ക് ഒക്കെ. അതേപോലെ ആൽമണ്ട് മിൽക്ക് ക്ലാരിഫൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടിപൊളി. അതോ കോക്ടെയിൽ ഉണ്ടാക്കാൻ 2 ദിവസം പിടിക്കും. ഈ കോക്ടെയിൽ ഉണ്ടാക്കാനോ? ഈ ഒരു കോക്ടെയിൽ ഉണ്ടാക്കാൻ 2 ദിവസം പിടിക്കും. അങ്ങനെയാണല്ലേ? അടിപൊളി. ഇവിടുത്തെ ഫേമസ് ആയത് ഓ ഏതാ? ലേനി ദേനി അല്ലേ? ലേനി ദേനി പറഞ്ഞ ഒരു കോക്ടെയിലാണ് ഇവിടുത്തെ ഒരു ഫേമസ് കോക്ടെയിൽ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഇതൊരു മോക്ടെയിലാണ്. സമ്മർ ഐസ് ടീ അല്ലേ? ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോക്ടെയിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക്സ് ബ്രോ. അപ്പോൾ താങ്ക് യു. ഇത്
2 സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. ഇതൊരു മഷ്റൂം ബേസ്ഡ് ഡിഷാണ്. ഗുച്ചി സ്റ്റഫ്ഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഒരു മരത്തിലൊക്കെയാണ് ഇവർ കൊണ്ടുവന്നത് പ്ലേറ്റ്. ഐഡിയൽ തീം പറഞ്ഞു വെച്ചാൽ മരത്തിലാണ് ഈ ഒരു മഷ്റൂം വളരുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു തീമിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഡിഫറെൻറ്റ് പ്രസൻറ്റേഷനാണ്. അതേപോലെ ഇനിയൊരു കബാബ് കൊണ്ടുവന്നിട്ടുണ്ട്. കക്കോരി കബാബ് എന്നുള്ള ഒരു മട്ടനാണത്. അപ്പോൾ ഇതൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ആ ഒരു ഗൂജി സ്റ്റഫ്ഡ് മഷ്റൂമാണ് കഴിക്കാൻ പോകുന്നത്. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് അവർ ഗ്രിൽ ചെയ്തിട്ടുണ്ട്. ഒരു ക്രീമി കബാബ് സ്റ്റൈലിൽ ഒരു മഷ്റൂമാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്റ്റഫ്ഡ് ഉണ്ട്. മഷ്റൂം ബട്ടറൊക്കെ വെച്ചിട്ട് ഈ ഒരു വാൾനട്ട് ഓയിലിൻ്റെ മേലെ ഈ ഒരു മഷ്റൂം വെച്ച പോലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡിഷ്. ഇത് ഫുൾ ഒരു വാൾനട്ട് അവർ പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. ഇതും കഴിക്കാൻ പറ്റില്ല നമുക്ക്. ഡിഫറെൻ്റ് ആയിട്ടൊരു ഡിഷ്. കക്കോരി കബാബ് എന്ന് പറയുന്നത് ഒരു മിൻസ്ഡ് മട്ടനാണ്. മിൻസ്ഡ് മട്ടനും ഒരു കൊറിയാണ്ടർ ചട്നിയും പിന്നെ സാലഡും വരുന്ന ഒരു ഡിഷാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഒരു കബാബ് തന്നെയാണ്. കബാബ് ഒരു മിൻസ്ഡ് മട്ടൻ, ഒരു മിൻസ് മട്ടനിൽ കൊണ്ടുവന്ന് ചെയ്ത ഒരു കബാബാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഡിഷ് ഒരു സ്മോക്ഡ് പ്രോൺസ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അവരുടെ പ്ലേറ്റിങ്ങിനെ കാണാനുണ്ട്. സ്മോക്ഡ് പ്രോൺസും അതേപോലെ ഷുഗർ ക്രീം ഗ്ലേസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് സിബി? നല്ല സ്മോക്ഡ് പ്രോൺസ് ബാർബിക്യൂ ചെയ്തിട്ട് ഉള്ളിൽ എന്തോ ആ ഒരു ക്രീം സ്റ്റഫിങ് ചെയ്ത പോലെ ഉണ്ട് അല്ലേ? ഒരു റിട്ടേൺ ടേസ്റ്റ്, ആ ഒരു റിട്ടേൺ ബ്രൂവിൻ്റെ ഒരു അറോമയും. അത് ഗാർലിക്കിൻ്റെ ആണ് അത്. രണ്ട് മെയിൻ ഡിഷ് വന്നിട്ടുണ്ട്. സ്മോക്ക്ഡ് ജംഗ്ലി മുർഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ്റെ ഡിഷാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതേപോലെ ഒരു റാൻ ബിരിയാണി, റാൻ ആൻഡ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് മട്ടൻ ഡിഷാണിത്. മട്ടൻ്റെ ലെഗ് പീസ് വരുന്ന പോലെ ഒരു ഡിഷാണിത്. അപ്പോൾ 2 ഡിഷാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ജംഗ്ലി മുർഗ് ട്രൈ ചെയ്യാൻ പോവാണ്. വിത്ത് ഭാവ്നഗരി ചില്ലി എന്ന് പറഞ്ഞിട്ട് ചിക്കൻ സ്റ്റഫ്ഡ് ഭാവ്നഗരി ചില്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കനാണിത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ റെസിപ്പിയാണ് ഈ ഭാവനഗരി ചില്ലി വിത്ത് ചിക്കൻ സ്റ്റഫ്. അത് നോക്കാം. അടിപൊളിയായിട്ട്. മട്ടൻ റാൻ ബിരിയാണിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് മട്ടനും സോഫ്റ്റ് മട്ടൻ്റെ ലെഗും അതേപോലെ തന്നെ ബിരിയാണിയാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. മട്ടൻ്റെ ആ ഒരു ഫ്ലേവേർഡും നല്ല സ്പൈസി ഒന്നും ഇല്ലാണ്ട് ഓവർ സ്പൈസസ് ഒന്നും ഇല്ലാത്ത ഒരു ബിരിയാണിയാണ്. എങ്ങനെയുണ്ട്? നല്ല ഡിഫറെൻ്റ് ആയിട്ടില്ലേ? നല്ല ബാസ്മതി റൈസിൽ ലോങ് ഗ്രെയിൻ റൈസ് നന്നായിട്ട് ഫ്രഷ് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ട്രൈ ചെയ്യുക. നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഒരെണ്ണം മേടിച്ചാൽ തന്നെ ഒരു 3 പേര് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഹാഫ്, ഞങ്ങളിപ്പോൾ ഹാഫ് മട്ടൺ റാണാണ് പറഞ്ഞിരിക്കുന്നത്. അതന്നെ ഒരു 3 പേര് സഫീഷ്യൻ്റ് ആവണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി മേടിച്ചാൽ മതി. അപ്പോൾ ഇവൻ്റെ ഫുഡൊക്കെ ട്രൈ ചെയ്തു. നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. ഇപ്പോൾ 2 മെയിൻ ഡിഷ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മട്ടൺ റാൻ ബിരിയാണി, അതേപോലെ തന്നെ ജംഗ്ലി മുർഗ് എന്ന് പറഞ്ഞ ഒരു ചിക്കൻ്റെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്റ്റാർട്ടേഴ്സിൽ നമ്മൾ കുറേ ഡിഫറെൻ്റ് ആയി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്മോക്ഡ് പ്രോണിൻ്റെ ഉള്ളിൽ ചീസ് വെച്ചുള്ളതൊക്കെ ഒരു ഡിഫറെൻറ്റ് ഫ്യൂഷൻ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങളൊരു ഡെസേർട്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ബബിൾ കം ജിലേബി എന്ന് പറഞ്ഞ ഒരു ഡെസേർട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത്. നന്നായിട്ടുണ്ടായിരുന്നില്ലേ? ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു അല്ലേ? നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. എല്ലാ ഡിഷും ഒരു അറൗണ്ട് 300, 400, 500, അറൗണ്ട് 700 ആ ഒരു റേഞ്ചാണ്. 300 സ്റ്റാർട്ടാക്കി ഒരു 700, 800 വരെയ്ക്ക് വരും ഓരോ ഡിഷിൻ്റെ റേറ്റും. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നിങ്ങൾക്കൊരു
ഫൈൻ ഡൈനിങ് വന്ന് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ വരാം. അപ്പോൾ നമ്മൾ ഡെസേർട്ടും ട്രൈ ചെയ്യാം. ലാസ്റ്റ് ഒരു ഡെസേർട്ടാണ് വന്നിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെസേർട്ടാണ്. ബബിൾ ഗം ജിലേബി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ജിലേബിയും ഒരു ബബിൾ ഗം ഫ്ലേവറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ബബിൾ കം ഫ്ലേവേർഡിൽ വരുന്ന ഒരു ക്രീം അല്ലേ, ആൻഡ് ഹോട്ട് ജിലേബി. ഇതാണ് ആ ഒരു ഡിഷ്. അപ്പോൾ നല്ലൊരു അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾ ട്രൈ ചെയ്തത്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫ്യൂഷൻ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിരുന്നു. മട്ടൺ ഡ്രാൻ, അതേപോലെ ആ ഒരു ജംഗ്ലി മുർഗ് ചിക്കൻ, കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ്, ബബിൾ കം ജിലേബി. അസഗാവിലിരിക്കുന്ന ബാവറി എന്തായാലും ഒരു നല്ലൊരു മൾട്ടി ക്യൂഷൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. നിങ്ങളും അസഗാവ് ഈ ഒരു ഏരിയയിലൊക്കെ വരികയാണെങ്കിൽ, അഞ്ചുണ ഏരിയയിലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതേപോലെ കുറേ റെക്കമെൻഡേഷൻസിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാർക്ക്. ബൈ ബൈ.